കേരളത്തിലെ കോളേജുകളിലേക്കുള്ള എംടെക് അഡ്മിഷൻ്റെ കോമൺ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ DTE അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാം, mcap2026.cet.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. അതിൽ കയറുമ്പോൾ നമുക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് എംടെക് പ്രൊവിഷണൽ ഡ്രാഫ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലിക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെ റാങ്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നിങ്ങളുടെ റാങ്ക് നമ്പർ എത്രയാണെന്ന് നോക്കാം. ഇത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ്. ഇനി ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ജൂലൈ 18 അന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ യഥാർത്ഥ റാങ്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. കാരണം ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ നോക്കുമ്പോൾ CGPA വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ അവരെന്ത് ചെയ്യും, DTE വിളിക്കും. DTE ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ ഉണ്ടാവും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഗേറ്റ് സ്കോർ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ അതിനകത്ത് ഗേറ്റ് സ്കോർ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്ക് അത് നോർമലി എല്ലാ അലോട്ട്മെൻറ്റുകളിലും നടക്കാറുള്ളതാണ്. ആദ്യം പ്രൊവിഷണൽ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം കീമിലും അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം പ്രൊവിഷണൽ കഴിഞ്ഞ് ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പം വിദ്യാർത്ഥികൾക്ക് പൊതുവെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എപ്പോൾ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും 18 അലോട്ട്മെൻറ്റ് അറിയാൻ കഴിയില്ല. പല വിദ്യാർത്ഥികളും എഴുതിയിരിക്കുന്നത് 18 റിസൾട്ട് റാങ്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അലോട്ടായിട്ടുള്ള കോളേജ് അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇതിന് ശേഷം ജൂലൈ 18 ശേഷം വിത്തിനൊരു 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടാൻ ചാൻസ് എന്ന് അറിയാൻ കഴിയും. പിന്നീട് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഒരു ഇതുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് മനസ്സ് മാറുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും. അതിനുശേഷമായിരിക്കും phase 1 സീറ്റ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡും സ്പോട്ടും ഒക്കെ ഉണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് നോക്കുക. ഓക്കെ.